നമ്മൾ കണ്ണുറങ്ങുമ്പോൾ മുറി നിറച്ച് പോലീസുകാരാണ്. അച്ഛൻ റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉറങ്ങുമ്പോഴാണ് അച്ഛനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. എൻ്റെ കൊച്ചിലെ ഞാൻ അത് അച്ഛനെ കാണാനായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയത് അച്ഛനെ അവർ കൊണ്ടുവരുന്നു. ഞാനും അമ്മയും സഹോദരിയും കൂടെ അച്ഛനെ കാത്ത് അവിടെ ഇരിക്കുന്നത്. പോലീസ് വാഹനത്തിൽ അച്ഛനെ കൊണ്ടുവന്ന് ഇറക്കുന്നത്, അച്ഛൻ നടന്നു വന്ന് ഞങ്ങളെ എടുക്കുന്നത്, ഞങ്ങൾക്ക് ഓരോ ഉമ്മ തരുന്നത്, ഞങ്ങളുമായി സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് പോരുമ്പോൾ അതിന് സമയമുണ്ടല്ലോ, ഈ പുള്ളികളെ കാണുമ്പോൾ ഉള്ള ആ സമയത്തിൻ്റെ ആ അലവൻസ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ അച്ഛനെയാണ് അവരാദ്യം കൊണ്ടുപോവുക. നമ്മൾ നിൽക്കുമ്പോൾ അച്ഛൻ തിരിച്ച് ഈ വണ്ടിയായി കയറി പോകുമ്പോൾ നമ്മളെ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഇന്നും മനസ്സിൽ നിന്ന് മായാത്ത കാര്യങ്ങളാണ്. രാത്രിയാണ് അച്ഛനെ ഞങ്ങൾ ഉറങ്ങുമ്പോഴാണ് അച്ഛനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. വാതിൽ തട്ടി അവർ നമ്മൾ കണ്ണുറങ്ങുമ്പോൾ മുറി നിറച്ച് പോലീസുകാരാണ്. അച്ഛൻ റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞു. നമ്മൾ ജോലിക്ക് പോയിരിക്കുകയാണ്. അച്ഛൻ റെഡിയായിട്ട് വന്ന് കുഴപ്പമില്ല എന്നൊക്കെ ഞങ്ങളെ സമാധാനിപ്പിച്ച് ഇവരോടെ പോകാമെന്നും പറഞ്ഞ് അച്ഛൻ പോയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് അടിയന്തരാവസ്ഥയാണെന്ന് അറിയുന്നതും പത്രങ്ങളിലൊക്കെ അടിയന്തരാവസ്ഥയുടെ ഭീകരത, ലോകം മർദ്ദനങ്ങളടക്കമുള്ള കാര്യങ്ങളൊക്കെ ന്യൂസായി വരുന്നത്. അച്ഛനെ കാണാനായിട്ട് ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ബസ്സിൽ വന്നു. ഇവിടെ MLA കോട്ടേഴ്സിൽ താമസിച്ചു. അനുവദിക്കുന്ന സമയമാകാൻ കാത്തിരിക്കുന്നതും ആ സമയത്ത് പോകുന്നതും അതൊക്കെ എനിക്ക് ഇന്നും ഈ ഒരു വയസ്സ് വരെ, വേറെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഓർമ്മ ഇന്നും നമുക്കൊരു വല്ലാത്തൊരു മനസ്സിനെ ഹോൾഡ് ചെയ്യുന്നത്, അതായത് മനസ്സിനെ ഇപ്പോഴും ഒരു വല്ലാത്ത, അതെ എന്തൊരവസ്ഥയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല.